അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ വഴികളിൽ അഹരോന്റെ ഉണക്ക ബദാംകമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവതരെ
ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസനത്തിൽ രസകരമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസാണ്, കോടതി കേസ്. അപ്പം വക്കീൽ പറഞ്ഞു ഈ കേസ് ഞാൻ വാദിക്കണില്ല എന്ന് പറഞ്ഞു. കാരണം കേസ് തോക്കും, എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല. പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും. അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പം കേസിൻ്റെ തലേ ദിവസം അവർ വന്ന് കൃപാസ്ഥാനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത്. നാളെ കേസാണല്ലോ. അപ്പോൾ കാര്യം അവർക്ക് ആരുമില്ല, വക്കീലും കൈയൊഴിഞ്ഞല്ല, കേസ് തോക്കും, പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 3:30 വക്കീൽ വിളിച്ചു വരാം. അപ്പം സാറേ എന്താ നാളല്ല കേസ്, ഞങ്ങൾക്കറിയാവേ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലാണ്, നാളെ അല്ലേ കേസ്, ഞങ്ങൾക്കറിയാവേ. അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല ഇന്നാണതെന്ന്, കേസ് ഇന്നാണ്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി, കേസ് ഇന്നാ? ആ നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു, നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ ആൾക്കാരെ നിൽക്കണ്ടേ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചില ആരുമില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ദൈവതിരുസന്നിധിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത്. അതല്ല, എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ദൈവതിരുസന്നിധിയിൽ ഒരു വിഷയം റിലേ ചെയ്യേണ്ടത്. കാര്യം വചനത്തിൻ്റെ ഒരു പോക്കൊക്കെ അങ്ങനെയാണ്. നിങ്ങളെ പ്രഭുക്കന്മാർ ആശ്രയിക്കരുത്, രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. സങ്കീർത്തനം 118 8 9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. അപ്പം എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതല്ല പറയണത്. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലല്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ റിലയൻസ് ഇല്ലേ, നിങ്ങളുടെ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചില പറയുക താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല. പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യത്തില്ല. ഇപ്പം ഞാനും അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ അധ്വാനിക്കണ്ടേ, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം. അപ്പോൾ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മളൊരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ, അങ്ങനെ പറ്റത്തില്ല. അത് അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും.
അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത്, ഞാനല്ലാതെ മറ്റൊരു അവലംബം നിങ്ങൾക്കുണ്ടാവരുതെന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ജോസ്ന ആൻ്റണി. ഞാൻ ഇത്തിത്താനം ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് ചർച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ്. ഞാൻ ഡിസംബർ 6-ാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തതാണ്. ഇപ്പം 3 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഡിസംബർ 17, 2024 ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. എൻ്റെ 1ാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഞാൻ നേഴ്സായിട്ട് ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ഞാനത് പാസ്സായി. അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നതാണ്. ആ സമയത്താണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതുവരെ 2019 തൊട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അന്ന് ഞാൻ ഈ ഉടമ്പടി ഇവിടുന്ന് എടുക്കുമ്പം മാതാവിനോട് എൻ്റെ ഈ ജോലിയുടെ കാര്യം എഴുതുമ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ജീവിത അനുഭവത്തിൽ മാതാവ് അന്ന് വരെ എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചിരുന്നു. ഞാൻ ചോദിച്ച ഒന്നും എനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ നിയോഗം എഴുതി. 2ാം മാസം ഞാൻ കുവൈറ്റിലായിരിക്കും. വരുന്ന ജപമാല റാലി ഒന്നും എനിക്ക് കൂടാൻ പറ്റത്തില്ല, ഞാൻ പെട്ടെന്ന് പോകും. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഉടമ്പടി മനുഷ്യൻ്റെ യുക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. കാലതാമസങ്ങൾ വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ഉടമ്പടി കംപ്ലീറ്റ് അങ്ങനെ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ദൈവത്തോട് നമ്മോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിൻ്റെ കൂടെ നമുക്കിരിക്കാൻ കുറച്ച് സമയം ദൈവം അനുവദിച്ച് തരുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ നിയോഗത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ 1ാമത്തെ നിയോഗം എൻ്റെ ജോലിയാണ്. ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് റിസിഗ്നേഷൻ ചെയ്തിട്ട് നാട്ടിൽ വരുന്നത്. ആ സമയത്ത് എനിക്ക് അറ്റസ്റ്റേഷൻ നടക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. യൂഷ്വലി കുവൈറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 45 ദിവസം വരെ സമയമെടുക്കും. പക്ഷേ 90 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ അറ്റസ്റ്റേഷൻ നടന്നിരുന്നില്ല. ഞാൻ 1ാമത്തെ ഉടമ്പടി എടുത്ത് 90 ദിവസം കഴിഞ്ഞു. എൻ്റെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല. 2ാമത്തെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒന്നും നടക്കുന്നില്ല. ഞാൻ ഏപ്രിൽ മന്ത് വന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ മെസ്സേജ് വന്നു. മാതാവ് എന്നോട് സംസാരിച്ചു. 1 വർഷം കഴിയാതെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല, കർത്താവ് പലതും എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മാതാവ് എന്നോട് സംസാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഇത് കേട്ടപ്പം ഞാൻ ഒട്ടും മാതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനോട് ഓക്കെ ആയിരുന്നില്ല. കാരണം എൻ്റെ ആഗ്രഹം നാട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പുറത്തു പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രൊസീജിയർ ഇതാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഇതാണെന്ന് അന്ന് ഈ അൾത്താരയുടെ മുന്നിൽ ഇരുന്ന് തന്നെ മാതാവ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ചുപോയി. അടുത്ത ആഴ്ചയിൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, നമ്മൾ ഉടമ്പടിയിൽ വിഷയങ്ങൾ സമർപ്പിക്കുമ്പം നമ്മുടെ നിയോഗങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കരുത്. നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക, അത് ദൈവത്തിന് കൊടുത്ത കാര്യമാണ്, ബാക്കി നോക്കാൻ ദൈവത്തിന് അറിയാം. അപ്പോൾ ഈ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു കാര്യം മാത്രം രാവിലെയും പകലും രാത്രിയെല്ലാം ഒരേ കാര്യം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മൾ ദൈവസ്നേഹത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉടമ്പടി എന്നുള്ളത് ദൈവവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് വിശ്വാസം ഉണ്ടാവണം, പ്രത്യാശ ഉണ്ടാവണം, പിന്നീടാണ് നമ്മൾ ദൈവസ്നേഹത്തിലെത്തുക. ഇതൊരു പ്രോസസ്സാണ്, നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം. അപ്പം ഞാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അന്ന് തൊട്ട് എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് ഈ മൊമെൻറ്റ് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നീട് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനും പരിശുദ്ധ കുർബാനയിൽ തിയറിയിൽ എനിക്ക് ഈശോ ഉണ്ടെന്നറിയാം. പക്ഷേ എനിക്കത് മനസ്സിലാവണമായിരുന്നു. ഞാൻ കുർബാന സ്വീകരിക്കുമ്പം കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അനുഭവമാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ടു പോയതിന് ശേഷം ഭൗതികമായിട്ടും എൻ്റെ കാര്യങ്ങൾ മുന്നേറാൻ തുടങ്ങി. ആധ്യാത്മികമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചത്. ഞാൻ അച്ഛനെ കണ്ട ശേഷം ഏപ്രിൽ മാസം തൊട്ട് പരിശുദ്ധ കുർബാന ഞാൻ മുടങ്ങാതെ കാണും. ഡിസംബറിൽ ഞാൻ നാട്ടിൽ വന്ന സമയം തൊട്ട് കാണും. പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ഈശോനെ കാണാൻ സാധിക്കും. അതായത് ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ എനിക്ക് വൈദികനെ കാണാൻ പറ്റത്തില്ല. ഞാൻ ആ സമയത്ത് ഡിവൈൻ മേഴ്സി രൂപത്തിലുള്ള ഈശോനെയാണ് കാണുന്നത്. 2 കൈയും വിരിച്ചു നിൽക്കുന്ന എൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഈശോനെ ഞാൻ കാണുക. അത് അന്ന് തൊട്ട് ഇന്ന് വരെ, ഇന്ന് രാവിലത്തെ പരിശുദ്ധ കുർബാന വരെ ഞാൻ കാണുന്നുണ്ട്.
ഈശോ ആ സമയങ്ങളിൽ ഒരുപാട് വചനം തരും, മഴ പോലെ വചനം വരും. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഇങ്ങനെ ദൈവം കൂടെ നിൽക്കുന്ന ഒത്തിരി വചനം ആ സമയത്ത് ഈശോ സംസാരിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന എനിക്ക് നാവിൽ തരിപ്പ് പോലെ അനുഭവപ്പെടും. ഒരു മിനിറ്റ് മില്ലി സെക്കൻഡ്സിലൊക്കെ ഭയങ്കര ഒരു വലിയ ശ്വാസതടസ്സം അനുഭവപ്പെടും. ആ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന സമയത്ത് ഒരു മരണവെപ്രാളം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും ഇങ്ങനെ പറയും, ഈശോ കുരിശി മരിച്ചിട്ടല്ലേ അപ്പമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്, കുരിശി മരിച്ചപ്പം ഈശോയ്ക്ക് ഈ വേദന ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ വേദന ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അതേപോലെ പരിശുദ്ധ കുർബാനയിൽ കാസായും പീലാസയും എഴുന്നള്ളിച്ച് വൈദികൻ വരുന്ന സമയത്ത് ഞാൻ ഈശോ കുരിശ് ചുമക്കുന്നതും ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് 1000 മാലാഖമാർ, പരിശുദ്ധ അമ്മ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഞാൻ ഇത്രയും കാലം ഫൗസ്റ്റീന പുണ്യവതിയുടെ ബുക്കും അല്ലെങ്കിൽ നമ്മളെ സഭ പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വസിച്ചത് പരിശുദ്ധ കുർബാന ഇങ്ങനെയാണെന്നാണ്. പക്ഷേ ഇപ്പം ഇത്രയും മനുഷ്യരുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാനിതെൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്. പരിശുദ്ധ കുർബാന വളരെ വലിയൊരു സത്യമാണ്. കുർബാനയിൽ അഴിയപ്പെടാത്തതൊന്നുമില്ല. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഈശോനെ കാണാൻ പറ്റും. ഇതെൻ്റെ അനുഭവമാണ്. എനിക്കിതിലും വലിയൊരു അനുഗ്രഹം ദൈവം തരാനില്ല. എനിക്ക് സത്യത്തിൽ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട, ഇത് മതി, എൻ്റെ ഒരു കാര്യവും നടക്കണ്ട, എനിക്കിത് മതി എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇവിടെ അറ്റസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്രയും പ്രോസസ്സ് എനിക്ക് സമയം കൂടുതലായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് അതുവരെ എൻ്റെ ഏജൻസിയിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം എൻ്റെ ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്ക് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളെ മാതാവ് ചേഞ്ച് ചെയ്തു, പകരം വേറൊരാളായി. ആ പുള്ളി എന്നെ നിരന്തരം എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ എന്നെ വിളിക്കും, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ തന്നെ എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സമയങ്ങളിൽ എനിക്ക് ചേംബർ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ ദുബായിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ വേണമായിരുന്നു. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ നടക്കത്തുള്ളൂ. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓണർ ആ സമയത്ത് ഒരു കേസിൽ പെട്ട് ജയിലിലായി. ആ സമയത്ത് എനിക്ക് സിഗ്നേറ്ററി സീല് തരേണ്ടത് ഈ ഓണറാണ്. പക്ഷെങ്കിൽ ഓണർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അദ്ദേഹം പുറത്തുനിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് സീല് കിട്ടത്തുള്ളൂ. എനിക്ക് യാതൊരു വഴിയില്ല. അദ്ദേഹം എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്കറിയില്ല. അത് സീല് കിട്ടാതെ എൻ്റെ ഒരു പ്രോസസ്സ് ഇനി മുന്നോട്ട് നീങ്ങത്തില്ല. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിത് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല, മാതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിച്ചാണ്. ഞാൻ ആഗ്രഹിച്ചൊരു രാജ്യമല്ല, ഞാൻ ആഗ്രഹിച്ച ജോലിയല്ല. അമ്മ ഈശോയും പറയുന്നു, ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന്. ഈശോയും മാതാവും കൂടെ എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു അധികാരിക്ക് ഇവർ പവർ ഓഫ് അറ്റോർണി കൊടുത്തു. എനിക്കൊരു ഓൾട്ടർനേറ്റീവ് സീല് തന്ന് എൻ്റെ ചേംബർ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയി. വീണ്ടും 30-40 ദിവസം എടുക്കേണ്ടിരുന്ന പ്രൊസീജിയറുണ്ട്. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് തന്നു. അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസും നടന്നത് മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിലാണ്. മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് ഞാനിവിടെ വന്നിരുന്നു. മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിന് ഞാൻ ദണ്ഡവിമോചന കുമ്പസാരം നടത്തി. അന്ന് വൈകിട്ട് തിരിയിൽ ഒരു വലിയ ഹൃദയം അമ്മ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഫോണിൽ ഒരുപാട് ഇങ്ങനത്തെ തിരിയിലെ അത്ഭുതങ്ങൾ, മാതാവിൻ്റെ പാരിഷൻസ് ഒരുപാട് ഞാൻ കൃപാസനത്തിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എനിക്ക് മാതാവ് അങ്ങനെ ഒരു അനുഭവം തരുന്നത് അന്നാണ്. എനിക്കൊരു തിരുഹൃദയം കാണിച്ചു തന്നു. അന്ന് വൈകിട്ട് എൻ്റെ ക്വാർട്ടർ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കർമ്മല മാതാവ് തിരുനെല്ലിൻ്റെ ദിവസം എനിക്ക് ക്വാർട്ടർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, ലൈസൻസിങ് തുടങ്ങി. അതിനുശേഷം മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ലൈസൻസിങ് കംപ്ലീറ്റായി. MOHലേക്ക് വിസയ്ക്ക് സബ്മിഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് മെയിൽ വന്നു. മാതാവിൻ്റെ ജന്മ തിരുനാൾ സെപ്റ്റംബർ 8-ന് എൻ്റെ പള്ളിപ്പെരുന്നാളാണ്. ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ തിരുനാൾ കുർബാനയ്ക്ക് 4 മണിക്ക് കയറി 4:05 ആയപ്പോൾ എൻ്റെ വിസ സബ്മിഷൻ നടന്നു. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ അന്ന് വിസ തന്ന ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം സെപ്റ്റംബർ 18-ാം തീയതി
എനിക്ക് മെഡിക്കലായിരുന്നു. മെഡിക്കലിന് പോകുന്ന സമയത്ത് ഞാൻ തീർത്ഥാടന ഉടമ്പടി കഴിഞ്ഞു, 90 ദിവസം കംപ്ലീറ്റ് ആയി അടുത്തത്. അപ്പം ഞാൻ പുതുക്കണമായിരുന്നു. പക്ഷേ ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഓടുന്ന വഴിക്ക് എനിക്ക് ഇവിടെ വന്ന് പുതുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇത് കഴിഞ്ഞ് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം എന്നാണ്. പക്ഷെ ദൈവം ഞാൻ ഒരു ദിവസം പോലും ഉടമ്പടി വിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ആ സമയത്ത്. പക്ഷേ സെപ്റ്റംബർ 18 നടന്ന മെഡിക്കലിൽ ഞാൻ അൺഫിറ്റായി. എൻ്റെ കണ്ടീഷൻ പറഞ്ഞത് എനിക്ക് മൈൽഡ് ലംബാർ സ്കോളിയോസിസ് ആണ്. സ്കോളിയോസിസ് ഉള്ള ഒരാൾക്ക് GCC കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു സ്ഥലത്തും അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടില്ല. ഇത് എങ്ങനെ വന്നു എന്നെനിക്കറിയില്ല. ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കി. ഈ കണ്ടീഷൻ കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല, അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു. എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ പുറത്തത്തെ ഒരു ലാബിൽ പോയിട്ട് എക്സ്റേ എടുത്തു. എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പിറ്റേ ദിവസം വന്ന് അന്ന് ഞാൻ എങ്ങനെ കരഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇതിനാണെങ്കിൽ ഇതൊക്കെ മുന്നിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്നിവിടെ നിൽക്കുന്നത് വരെ അറിയുന്ന എൻ്റെ ദൈവത്തിന് ഈ കണ്ടീഷൻ അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് 1000 വട്ടം ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു, സംസാരിക്കുന്നു, കൂടെ നടക്കുന്നു. അപ്പോൾ എനിക്കൊരു അപകടം ഉണ്ടായി, എൻ്റെ ദൈവം അത് അറിയത്തില്ലേ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഈശോനെ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു. അന്ന് ഒത്തിരി ഞാൻ കരഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു. ഞാൻ ഉടമ്പടിയിലല്ല, പക്ഷേങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥനകളൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഒത്തിരി ഭയങ്കര ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ എറണാകുളത്ത് സ്റ്റേ ആയിരുന്നു. കാരണം ഞാൻ മെഡിക്കലിന് പോയതായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി. ഞാൻ ബാഗൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുവാണ്. എൻ്റെ ചുറ്റും കുറേ ആൾക്കാർ കൂടി നിന്നിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുവാണ്. ഞാൻ ഫെയിലായിപ്പോയി, പരാജയപ്പെട്ട് എന്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൂവിയൊക്കെ വിളിക്കുക. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തലയുടെ മുകളിൽ ഒരു ഷെൽഫുണ്ട്. അവിടുന്ന് ഞാൻ 2 എന്തോ എടുത്ത് ബാഗിൽ വെച്ചതൊരു ക്രൂശിത രൂപവും ഏതോ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചുവും മാത്രമാണ്. അത് ഞാൻ എടുത്ത് ബാഗിൽ വെക്കാൻ തിരിയുമ്പോൾ ആരും എൻ്റെ കാലിൽ ഇക്കിളിയിട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം കരുണയുടെ രൂപത്തിലുള്ള ജീവനുള്ള എൻ്റെ ഈശോയായിരുന്നു. 2 വാക്ക് ഈശോ പറഞ്ഞുള്ളൂ, ഞാനില്ലേ കൂടെ എന്ന്. അങ്ങനെ 2 പ്രാവശ്യം ഈശോ എന്നോട് പറഞ്ഞു, ഞാനില്ലേ കൂടെ എന്ന്. ഇത് കേട്ടതും ഞാൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ചെയ്തത്. എഴുന്നേപ്പോൾ എനിക്ക് ആത്മാവിൽ നിന്ന് ഭയങ്കര പ്രചോദനം ഉണ്ടായി ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. ഞാൻ അപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടിയിൽ ഒരു നിയോഗം എഴുതിയിട്ടുള്ളൂ, എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആവണം, എനിക്ക് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല, ദൈവത്തിന് ഒരൊറ്റ ദിവസമേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവം, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇത് എനിക്ക് തരുന്ന കാനാൻ ദേശമാണ്. ഈ മോശയും കൂട്ടർ ഇത്രയും വർഷം എടുത്തിട്ടല്ലേ അവിടെ പോകുന്നത്. എനിക്ക് ദൈവം 1 വർഷമല്ലേ തന്നുള്ളൂ അവിടം വരെ പോകാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈശോയോട് ഇത് പറഞ്ഞു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതേ സമയത്ത് ഞാൻ സ്വപ്നം കാണുമ്പം എൻ്റെ അനിയത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അവൾ ആ സമയത്ത് ദുബായിലാണ്. അവൾ കാണുന്നത് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദേവാലയം, മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ ഒരു ദേവാലയത്തെ അങ്ങ് കാണാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറയുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, കൈക്കും കാലിനും നടുവിനൊക്കെ ഭയങ്കര വേദനയാണ്, നടക്കാൻ പറ്റത്തില്ല ജോസ്മി, ഒട്ടും നടക്കാൻ പറ്റത്തില്ല. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി പറയുന്നുണ്ട്, നടക്ക്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ആകാശത്തുനിന്ന് മാതാവ് ഇറങ്ങി താഴെ വന്നു. 2 കൈയും വിരിച്ച് നിൽക്കുന്ന, 2 കൈ തുറന്നു പിടിക്കാൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ഇമേജാണ്. അപ്പം മാതാവ് ഇങ്ങനെ 2 കൈ നിവർത്തി പിടിച്ചിട്ട് എൻ്റെ അനിയത്തിയോട് സംസാരിക്കുകയാണ്. ജോസ്നെ ഇപ്പം അനുഭവിക്കുന്ന വേദന കുരിശി കിടന്നപ്പം ഈശോയ്ക്ക് ഇതേ വേദനയായിരുന്നു, ഇതേപോലെ ഈശോയ്ക്ക് നടുവിനും കാലിനും നട്ടലിനും ഒക്കെ വേദനയായിരുന്നു, അതേ വേദനയാണ് ജോസ്നെ ഇപ്പം അനുഭവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഈ സ്വപ്നം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മെഡിക്കലിന് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ ദൈവത്തോട്, ഇത് തന്നാലും ഞാൻ നന്ദി പറയും, തന്നില്ലെങ്കിലും നന്ദി പറയും. ഇന്ന് എന്നെ കൃപയിലെത്തിച്ചത് ദൈവമാണ്. ഇന്ന് എൻ്റെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഇടയാവരുത്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോകാൻ എനിക്ക് പാടില്ല. ഇത് മാത്രമേ ഞാൻ ഈശോയോട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു അടയാളം വേണം, ഈശോയും മാതാവും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളതിനൊരു അടയാളം. ഞാൻ മെഡിക്കൽ എടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പം ഒരു 2 സ്റ്റെപ്പ് ഡിസ്റ്റൻസ് പോലും ഇല്ല. ഈ മെഡിക്കൽ സെൻറ്ററിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രോട്ടയാണ്. വ്യാകുലമാതാവ് ഈശോനെ മടിയൊക്കെ എടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് അതിലുണ്ടായിരുന്നത്. എനിക്ക് ഇതിലും പല അടയാളം വേണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി നിറച്ച വസ്തുവായ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് മെഡിക്കൽ സെൻറ്ററിനകത്ത് കയറി ഒരു ക്രൂശിത രൂപവും മാതാവിൻ്റെ കാശുരൂപവും ഞാൻ കൈ പിടിച്ചു.
എനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു. ഞാൻ എക്സ്റേ റൂമിൽ കിടക്കുമ്പോൾ എനിക്കൊരു മെറിറ്റ് ഇല്ല, കാരണം എനിക്കറിയാം എനിക്ക് അവിടെ ഒരു വളവുണ്ട്. അപ്പം ഫിറ്റാകുമോ അൺഫിറ്റ് ആകുമോ എന്നുള്ളതല്ലേ. എന്ത് വന്നാലും ദൈവത്തോട് ലാസ്റ്റ് നന്ദിയേ പറയാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ ഡിമാൻഡ്. എക്സ്റേക്ക് ഡ്രസ്സ് മാറി എക്സ്റേ മെഷീൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. നിയമാവർത്തന പുസ്തകം 33, 25, 27. എഷ്രോൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ വിഹായസിലൂടെ അവിടുന്ന് മഹത്വപൂർണ്ണമായ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങുന്നത് അവൻ്റെ ശാശ്വത ഹസ്തങ്ങൾ. ഈ വചനം മാത്രം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. എനിക്കവിടെ ഉപ്പ് വിതറാനൊന്നും പറ്റത്തില്ല, കാരണം ആൾക്കാരുണ്ട് ചുറ്റും. ഞാൻ ഉപ്പ് 2 കയ്യിലും പുരട്ടി അങ്ങനെ നിന്നു. ഞാൻ എക്സ്റേ എടുത്ത് റിട്ടേൺ ഇറങ്ങുമ്പം എക്സ്റേ ടെക്നീഷ്യൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് എൻ്റെ എക്സ്റേ കാണാമായിരുന്നു. എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അന്നത്തെ മെഡിക്കലിൽ 3 മണിക്ക് ഞാൻ ഫിറ്റായി. എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. അതിനുശേഷം എൻ്റെ സ്റ്റാമ്പിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, സ്റ്റാമ്പിങ് കഴിഞ്ഞ് വരുമ്പം ഇത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് 7ാമത്തെ പേജിലെ സ്റ്റാമ്പിങ് വരാവുള്ളെന്ന്. എൻ്റെ പാസ്പോർട്ടാണിത്. 7ാമത്തെ പേജിലാണ് സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നിരിക്കുന്നത്. ഞാൻ മറ്റന്നാൾ കുവൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ വളരെ കടലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് കടൽ കാണുമ്പോൾ എപ്പോഴും മാതാവിനെ ഓർമ്മ വരിക, കാരണം ജപമാല റാലിയും വേളാങ്കണ്ണിയും കൃപാസനവും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കടൽ തീരമാണ്. ദൈവാനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവം എന്നെ കൊണ്ടുപോകുന്നതും ദൈവം എന്നെ നടത്താൻ പോകുന്നതും ഇതേ കൃപയെ തന്നെയായിരിക്കുമെന്ന്. അതുപോലെ എനിക്ക് ഉണ്ടായിരുന്നൊരു മെസ്സേജാണ്, ഇവിടെ നിന്നപ്പോൾ ജപമാല റാലി ഞാൻ കൂടിയിട്ടേ പോകത്തുള്ളെന്നാണ് ഈ 1 വർഷം കൊണ്ട് മാതാവ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം 2 പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ നോക്കി കിട്ടിയില്ല. 2ാമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, ലീവ് കിട്ടാണ്ട് എനിക്ക് ജപമാല റാലി കൂടാൻ പറ്റിയിട്ടില്ല. ഈ വർഷം ഞാൻ ജപമാല റാലി നടന്നു. എനിക്ക് ഭയങ്കര കാലുവേദനയും നടുവേദനയൊക്കെ ആയിരുന്നു. ഞാൻ എങ്ങനെ ഇത്രയും കിലോമീറ്റർ നടന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി 60 ജപമാല വാങ്ങി ഞാൻ ആൾക്കാർക്ക് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് വേറെ പറയാനുള്ളത്, മെയ് മാസത്തിൽ ഇവിടെ വണക്ക് മാസം നടക്കുമല്ലോ. അപ്പം ഞാനിവിടെ ഏപ്രിൽ മന്തിൽ വന്ന് മാതാവിൻ്റെ ഇതിൻ്റെ ഒരു മിനി സ്റ്റാച്ചു മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയായിരുന്നു. അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് കൃപാസനത്തിൽ വരികയാണെങ്കിലും എൻ്റെ കയ്യിൽ ഇതേ രൂപത്തിലുള്ള മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒത്തിരി സന്തോഷമായി. ഞാനിങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ പോയി സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചു. അന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മാതാവ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം എൻ്റെ പേരൻസിനോട് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൃപാസനത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ മാതാവിൻ്റെ രൂപം എൻ്റെ റൂമിൽ എൻ്റെ പ്രാർത്ഥനാ ടേബിളിലുണ്ട്. അപ്പം എനിക്കൊരു ഇതുണ്ട്, ഞാൻ പ്രീവിയസ് സാക്ഷ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഈശോയോടും മാതാവിനോട്. എനിക്ക് വേറെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒന്നുമില്ല. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ബൈബിളാണ് എടുത്ത് വായിക്കുക. സംസാരിക്കുന്നത് ഈശോയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയാണ്. എനിക്കൊരു വലിയ അഫെക്ഷനുണ്ട് ദൈവത്തോട്. അപ്പം അതിൻ്റെ ദൈവം തന്ന വലിയ കൃപയാണ്. അപ്പം ഞാനിങ്ങനെ ഈശോയുടെ മാതാവിൻ്റെ കൂട്ടത്തിലിരുന്ന് സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കും. ഇങ്ങനെ ചെറിയൊരു സൈക്കോസിസ് എനിക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും, ഇവർ കൂട്ടത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സെൽഫി എടുക്കത്ത് ഫോണിലിടും. ഇത് ഞാൻ നോർമലി ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു സൺഡേ മെയ് മാസത്തിൽ എനിക്ക് മെയ് 21-ന് എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ പ്രൊസീജിയർ ഇതാണ്, എൻ്റെ പ്രോസസ്സ് ഇതുകൊണ്ടാണ് ഡിലേ ആകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുമല്ലോ, എന്താ പോകാത്ത, എന്താ നടക്കാത്ത. അപ്പം എനിക്കറിയാം ഇത് ഇപ്പോഴേ പോകത്തുള്ളൂ. കേൾക്കുന്നവർക്ക് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. കാരണം മാനുഷികമായ ചിന്തയിൽ ഇത് വർക്കാവത്തില്ലല്ലോ, മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാകണമെങ്കിലേ ദൈവം അനുഗ്രഹിക്കണം. അപ്പം ഞാൻ ആൾക്കാരിങ്ങനെ ഒത്തിരി കുത്തി സംസാരിക്കും, ഒക്കെ നടക്കും, ഈശോയ്ക്ക് അറിയാം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇത്രയും ധൈര്യത്തിലൊക്കെ നിൽക്കാൻ പറ്റുന്നു, ഇത്രയും വർഷമായില്ലേ, 1 വർഷത്തോളമായില്ലേ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പേടിയും ടെൻഷനൊന്നുമില്ല. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു കുർബാനയെങ്കിലും ഒരു ദിവസം അർപ്പിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ സങ്കടം അതാണ്, ഇനി കുർബാന എങ്ങനെ കാണും, അതാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ അന്ന് സൺഡേ ആണ്, കുർബാനയ്ക്ക് പോകണം, ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അന്ന് എനിക്ക് ഒത്തിരി എന്തോ സങ്കടമുള്ള ദിവസം. ഞാനിങ്ങനെ മാതാവിൻ്റെ സ്റ്റാച്ചുവും പിടിച്ച് മാതാവിനോട് കുറേ വർത്താനം പറഞ്ഞു, കരഞ്ഞു. ഇതേ മാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം കിടന്നുറങ്ങി. എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോവാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി ഫോട്ടോ എടുക്കണം, എനിക്കുള്ളതാണല്ലോ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒരു സെൽഫി എടുത്തു മാതാവുമായിട്ട്.
അപ്പോൾ ഈ സെൽഫി എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഫ്ലാഷ് ഓണായി. പക്ഷേ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ചേഞ്ച് ചെയ്തിട്ടാലേ ഫോട്ടോ അങ്ങനെ ഫ്ലാഷ് ഓൺ ആവത്തുള്ളൂ. 2 പ്രാവശ്യം ഫ്ലാഷ് വന്നു. അത് ഞാനപ്പോൾ മനസ്സിലോർത്ത് തന്നു ഇപ്പോൾ ഫ്ലാഷ് വന്നേന്ന്. പക്ഷെ ഞാനപ്പോൾ ചെക്ക് ചെയ്യാനൊന്നും പോയില്ല. ഈ മാതാവിൻ്റെ കഴുത്തേൽ ഞാനൊരു ചെറിയ മണിക്കൊന്ത ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മണിക്കൊന്ത കിട്ടിയതിന് വലിയൊരു കഥയുണ്ട്. ഇത് മാതാവ് എനിക്ക് തന്ന കൊന്തയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. കാരണം എനിക്കൊരു അപരിചിതൻ, ഒരു പാകിസ്ഥാനി മനുഷ്യൻ എനിക്ക് കൊണ്ടു തന്നിരുന്ന, ദുബായിലായിരുന്ന സമയത്ത് കൊണ്ടു തന്നിരുന്ന ഒരു കൊന്തയാണിത്. ഞാൻ ഒരു പ്രാവശ്യം ഈ കൊന്ത എനിക്ക് വേണ്ട, ഇത് പലരും ഉപയോഗിച്ചതല്ലേ, എന്തെങ്കിലും അസുഖം വരും, കുറേ ആൾക്കാരെ കയ്യിൽ നിന്ന് മാറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കൊന്ത ഉപേക്ഷിച്ചതാണ്. പക്ഷെ എങ്ങനെ പോയാലും 2ാം പോക്ക് ഈ കൊന്ത എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും. ഇതെങ്ങനെ വരുന്നെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഞാൻ പാക്ക് ചെയ്ത് നാട്ടിൽ വരുമ്പം വീണ്ടും ഈ കൊന്ത എൻ്റെ കയ്യിൽ, അങ്ങനെ കൊന്ത കൊണ്ടുവന്നതാണ്. അങ്ങനെ മാതാവ് തന്ന കൊന്തയാന്ന് പറഞ്ഞ് ഞാൻ ഈ സ്റ്റാച്ചുവിൽ ഈ മണിക്കൊന്ത ഇട്ടിരുന്നു. ഇതിൻ്റെ കുരിശ് ഒത്തിരി വലിയ കുരിശാണ്. മാതാവിൻ്റെ സ്റ്റാച്ചുവിൽ മാതാവിൻ്റെ കൈ വളരെ ചെറിയ കൈയാണ്. ഞാൻ വൈകിട്ട് കുർബാന കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ ചെക്ക് ചെയ്യാനൊരു ആത്മപ്രചോദനം ഉണ്ടായി. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തിരുന്ന സമയത്ത് മാതാവിൻ്റെ കൈക്കുള്ളിൽ മാതാവ് ഈ കുരിശ് ഇങ്ങനെ പിടിച്ചിരിക്കുക. കുരിശ് ഒരിക്കലും ആ കൈയുടെ ഉള്ളിൽ കയറില്ല. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ഞാൻ 10-20 പ്രാവശ്യം വീണ്ടും ആ കുരിശ് അങ്ങനെ കൈക്കുള്ളിൽ കയറ്റാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തു. പക്ഷെ ഒരിക്കലും പോസിബിൾ അല്ല. ആ കുരിശ് മാതാവിൻ്റെ കൈയുടെ ഉള്ളിൽ കയറത്തില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്നത് മാതാവ് കുരിശ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാണ്. മാതാവിൻ്റെ കണ്ണിന് ഭയങ്കര ജീവനുള്ളതുപോലെയാണ്. അങ്ങനെ മാതാവ് അതെൻ്റെ കയ്യിലുണ്ട്. അതേപോലെ മഴവില്ല് തന്ന മാതാവ് എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പ്രാവശ്യം സുഗന്ധ അഭിഷേകം, അത് ഈ സ്പ്രേ കുപ്പിയൊക്കെ നിലത്ത് വീണ് പൊട്ടും. എൻ്റെ അപ്പുറത്തൊരു കുപ്പി പൊട്ടിയ എന്ത് സ്മെല്ല് വരും, അതേപോലെയാണ്. ഒരു പ്രാവശ്യമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി നിന്നിട്ടുണ്ട്. പെട്ടെന്ന് ടെൻഷനായി, ഇത്രയും സ്മെല്ല് എങ്ങനെയാണ് വരിക. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിയിൽ എനിക്ക് മാതാവ് ഹൃദയം, അതുപോലെ തന്നെ സീഡ്, ഒരു വിത്തിൻ്റെ ഷേപ്പ്, ഒരുപാട് പ്രാവശ്യം പൂക്കളുടെ ഷേപ്പ്, അതുപോലെ ഓരോ നമ്പേഴ്സ്, ഇങ്ങനെ മിക്കവാറും കാണും. എല്ലാ എടുത്ത വീഡിയോയും ഫോട്ടോസും ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം ഈ പരിശുദ്ധ കുർബാനയുടെ സാക്ഷ്യമാണ്. ജീവിക്കുന്ന ദൈവത്തെ കണ്ണിൽ കാണാൻ പറ്റുന്നതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 1-ാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയാണ്. 3-ാമത്തത് ജോസഫ് അച്ഛനെ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ നിയോഗം അച്ഛൻ്റെ കൊടുത്തത് എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം. ആ സമയത്ത് എൻ്റെ ഉള്ളിലൊരു നിയോഗം ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തിയുടെ ജോലി. അവളില്ലാത്തത് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ അനിയത്തിക്ക് അച്ഛനെ ഞാൻ കണ്ടതിൻ്റെ 2ാമത്തെ ദിവസം ജോലി കൊടുത്തു. അവൾ ദുബായിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ട് ഒത്തിരി ഭൗതിക നന്മ വന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ വിശേഷ വിദ്യയാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുക. കാരണം നമ്മൾ ഈശോയുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈശോ ചോദിക്കും, ഇത് നിനക്ക് വേണ്ടി ഇത് നിനക്ക് ചെയ്തു തരേണ്ടതിന് നീ എന്ത് ചെയ്തു എന്നുള്ളത് ഈശോ ചോദിക്കും. അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ ഈ കൃപാസനം പത്രം കൊടുക്കുമ്പം അതിലിഷ്ടം പോലെ, അത് വചനമാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്, ഈശോനെ പങ്കുവെക്കുക. പക്ഷെ അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതല്ല. ഞാൻ ചെറിയ ചിറ്റ് പേപ്പേഴ്സ് ഉണ്ടാക്കും. അതിൽ ഞാൻ 2-3 വചനങ്ങൾ എഴുതും. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും. ബൈബിൾ തുറന്ന് വെച്ച് 3 കെട്ടോ 4 കെട്ടോ ഉള്ള 54-60 പേപ്പറിലേക്കുള്ള വചനം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ പിൻ ചെയ്യും. എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലെ എന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി ഒക്കെ പിടിച്ച് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇങ്ങനെ അവിടെ വെച്ചിട്ട് പോകുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഇറക്കി വിട്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കും. അതുപോലെ എനിക്ക് ആവശ്യം ഉള്ളവർക്കെന്നല്ലാതെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഈ പത്രങ്ങളെല്ലാം വചനം എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ച് ആദ്യം ഉപ്പിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അർഹതയില്ലാത്ത ഒരാളുടെ കയ്യിൽ പോലും ഈ പത്രം കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെല്ലുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡിനെ പറ്റി മസ്റ്റായിട്ട് പറയണം. അതായത് അച്ഛനെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് എപ്പോഴും വന്ന് കണ്ട് സംസാരിക്കാനോ പ്രാർത്ഥനാ നിയോഗം നമുക്ക് ചോദിക്കാനോ പറ്റത്തില്ല. അച്ഛൻ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് ഈ ഡെയിലി ബ്രെഡ്. ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛനെ നമുക്ക് നൽകിയ ദൈവത്തിന് ഭയങ്കര നന്ദി പറയണം. കാരണം നമുക്ക് ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഉള്ള മാതാവിനെ അറിയത്തുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് എത്രയും പെട്ടെന്ന് സഭ ഇത് അംഗീകരിക്കും, ഇത് വിശ്വാസ സത്യമായിട്ട് അംഗീകരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് മാതാവ് വന്നതിൻ്റെ മെയിൻ കാരണം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രവർത്തനവുമാണ്. അച്ഛനോട് ഒത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല.
അപ്പം അച്ഛൻ ഞാനിങ്ങനെ ചിലപ്പം ബൈബിൾ വചനങ്ങളെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിങ്ങനെ രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഈ കാര്യത്തെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുക. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ വന്നതിനെ പറ്റി, അല്ലെങ്കിൽ രണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂത്ത മകനെ പിതാവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു, എന്നിട്ടും ഇളയ മകനോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഇങ്ങനത്തെ കുറേ എനിക്കും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിക്കും, പിറ്റേ ദിവസം അച്ഛനത് സംസാരിക്കും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഡെയിലി ബ്രെഡിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം സാധിച്ചു തരാറുണ്ട്. ഞാൻ ഈ ഡെയിലി ബ്രെഡ് ഡെയിലി ഷെയർ ചെയ്യും, അതോടൊപ്പം തന്നെ ഡെയിലി ഒരു വചനം വെച്ച് ഷെയർ ചെയ്യും. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും മാക്സിമം ഞാൻ ലൈവായിട്ട് കാണും, അപ്പം തന്നെ ഷെയർ ചെയ്യും. എനിക്കിപ്പോൾ 29 വയസ്സാണുള്ളത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ച് പ്രാന്തായി പോയതാണോ, ഇത്രയും ഒന്നും സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമില്ല, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് വചനവും റീൽസും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി പേര് കളിയാക്കും, ഞാൻ പ്രൊട്ടസ്റ്റൻ്റ് ആണോ, ഒരുപാട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് തന്നത് ദൈവമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മാത്രമേ ദൈവതിരുസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തത്തുള്ളൂ. നമ്മൾ ഈ ആയിരിക്കുന്ന എൻ്റെ ഈ ഏജാണ് ഞാൻ കാണുന്ന ഏറ്റവും ദി ബെസ്റ്റ് ടൈം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ യൂസ് ചെയ്യുവാണ്. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പൊതിച്ചോറ് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യത്തില്ല. കാരണം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ പപ്പയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരുന്നതുകൊണ്ട് ഞാൻ ഇവരൊന്നും അറിയാതെ പോയി, എനിക്ക് തോന്നി ഈ കടയിലുള്ളവർക്ക് ഇന്ന് കച്ചവടം കുറവാണ്, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് പൊതിച്ചോറ് മേടിച്ചിട്ട് ഞാനത് ലോട്ടറി വിൽക്കുന്ന ആൻറ്റിമാർക്ക്, അങ്കിളുമാർക്ക്, റോഡിൽ ആരും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കും. അതേപോലെ തന്നെ എനിക്ക് ഈശോ പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മൾ കൃപാസനം ആത്മവിശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ പെനുവേലാണ്. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലം, അതിന് കാരണമായ സ്ഥലമാണിത്. അപ്പം ആത്മവിശുദ്ധീകരണം നടക്കണം എല്ലാ മനുഷ്യൻ്റെയും. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം, പരിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ അറിയാം. അപ്പം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇടവക ദേവാലയത്തിൽ വൈദികൻ്റെ അടുത്ത് കുർബാനയ്ക്കുള്ള ഒരു പൈസ കുർബാനപ്പണം അർപ്പിക്കും, ഇവരെ സമർപ്പിച്ച് കുർബാന ചെല്ലും അവരുടെ ആത്മവിശുദ്ധീകരണത്തിനായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ. ഇതാണ് എൻ്റെ ഉടമ്പടി ജീവിതം. മാതാവ് എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു. അത്രയ്ക്ക് ആ വലിയ കരുണയ്ക്ക് ഞാൻ മാതാവിനോട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ അറിവിൽ നിത്യജീവനിലേക്കുള്ളൊരു വലിയ വഴിയാണിത്. നിത്യജീവൻ കിട്ടാൻ വേണ്ടി ഈശോ എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് മനസ്സ് വെച്ചപ്പോൾ, ഞാൻ ഈശോയ്ക്ക് ഓക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്നെ ഇത്രയും സഹായിച്ചു. അപ്പം നല്ലൊരു ജീവിതം കൂടെ ഞാൻ മുന്നേ നടത്തിയിരുന്നെങ്കിൽ ഞാൻ എന്ത് മുന്നേ എനിക്ക് ഈശോനെ കാണാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇതുവരെ എന്നെ നടത്തിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി പറയും. இயேசுக்கே நன்றி. மரியே வாழ்க. மாதா காட்சி தந்த இந்த புண்ணிய பூமியில் எங்களை சாட்சியாக நிறுத்திய இயேசுவுக்கும் அம்மா மாதாவுக்கும் 1000 நன்றிகள். எனது பெயர் ஃபிலோமின், எனது கணவர் பெயர் ஸ்டான்லி. அவர் தான் உடம்படி எடுத்திருக்காரு. எங்களுக்கு 2 பசங்க இருக்காங்க, படிச்சிட்ருக்காங்க. நாங்கள் தமிழ்நாட்டில் வந்திருக்கோம். கணவர் கட்டிடப்பணி செய்கிறாரு கேரளாவில், அதனால் இப்போ இங்கே தங்கியிருக்கோம். ஒரு கோவிட்டுக்கு பிறகு ஒரு 4 வருஷமாக எங்கள் குடும்பத்தில் ரொம்ப பிரச்சனைகளை சந்திச்சிட்டு இருந்தோம். சொல்ல முடியாத வேதனைகள், மனதளவிலும் உடலளவிலும் பொருளாதாரத்திலும் பல பிரச்சனைகளை சந்திச்சிட்டு இருந்தோம். எங்கே போனால் விடுதலை கிடைக்கும், எங்கே போனால் கடவுள் ஒரு விடுதலை ஆறுதலை தருவார் அப்படின்னு நினச்சி ரொம்ப வேதனையில் இருந்த நேரத்தில் இவங்க உறவினர் தான் ஒருத்தங்க வழியாக கிருபாசனத்துக்கு வாங்க உடம்படி எடுப்போம் அப்படின்னு சொல்லி கூப்பிட்டு உடம்படி எடுத்தோம். அதிலிருந்து எதை நினச்சி நாங்கள் கண்ணீர் விட்டோமோ அதுக்காக கடவுள் மாதாவும் எங்களை கண்ணீர் விட வைக்கவே இல்லை. நான் உன்னோடு இருக்கிறேன், அஞ்சாதே, கலங்காதே, நான் உன் கடவுள், உனக்கு வலிமை அளிப்பேன், உனக்கு உதவி செய்வேன் என்று சொல்லி ஒவ்வொரு நொடி பொழுதும் அதிலிருந்து எங்களை திடப்படுத்தி வராங்க. முதலாவதாக எனது கணவர் எங்களுக்கு திருமணம் ஆகும் முன்னாலே ஒரு 30 ஆண்டுகளாக குடிநோய்க்கு அடிமையாக இருந்தார். அவர் இந்த உடம்படி எடுத்த பிறகு ஒரு நாளும் அவர் அந்த போதைப் பொருள் யூஸ் பண்ணதுக்கோ குடிக்கிறதுக்கோ போகிறது கிடையாது. அதிலிருந்து நல்ல ஒரு மாற்றத்தை கொடுத்துருக்காங்க கடவுள்.
அதுக்காக முதலாவதாக மாதாவுக்கும் ஏசப்பாவுக்கும் மாதாவுக்கும் நான் நன்றி குறிக்கிறேன். அதுக்கு பிறகு நல்ல குடும்பத்தில் ஒரு சமாதானம் உண்டதுனால நல்ல ஒரு அமைதியான ஒரு குடும்பமாக இருக்குது. இப்போ காலையில் எழும்பி அவரே முதல்ல ப்ரேயருக்கு உட்காந்துருவார். காலையிலே நேரமே சாயங்காலமும் ப்ரேயர். அப்புறம் வசதி கிடைக்கிற நேரம் எல்லாம் பைபிள் வாசிப்பார். அப்புறம் ரெண்டாவது வந்து எனது மார்பில் ஒரு இடது பக்கம் ஒரு வலி நல்லா 4 மாதமாக இருந்துச்சு. அதில் வந்து ஒரு நாள் வந்து தியானத்தில் ஜோசப் ஃபாதர் சொன்னாங்க, எந்த இடத்துல வலி இருக்கோ அந்த இடத்துல கை வச்சு ப்ரேயர் பண்ணுங்க அப்படின்னு சொல்லிட்டு. அப்போ நான் வந்து கையை வச்சு ப்ரேயர் பண்ணுற நேரம் எனக்கு ஒரு அதிர்வு போல் எனக்கு உடம்புல தெரிஞ்சிச்சு. அதுலேருந்தே எனக்கு அந்த வலி குறைஞ்சிச்சு. அது மட்டும் இல்லை, நான் முதலேருந்து இது அபிஷேக தைலம், உடம்படி தைலம், அதில் சிலுவை போட்டு ப்ரேயர் பண்ணிகிட்டு இருந்தேன். அப்புறம் இவருக்கு வந்து அந்த உடம்படி உப்பு வந்து உணவில் கலந்து கொடுக்குது. காலையிலையும் சாயங்காலமும் அபிஷேக தைலம் பூசி நாங்கள் ப்ரேயர் பண்ணுவோம். அப்புறம் மூணாவது வந்து இவர் பழைய கார் ஒன்று வாங்கணுன்னு முன்னாலே ஒரு ஆசைப்பட்டுருந்தாங்க. பிறகு இப்போ வந்து உடம்படிக்கு பிறகு மாதா வந்து ஒரு புதியதாவது ஒரு கார் வாங்குறதுக்கு எங்களுக்கு பரிந்து பேசியிருக்காங்க. அதுக்காகவும் நாங்கள் இயேசுவுக்கும் மாதாவுக்கும் நன்றி சொல்லிக்கிறேன். அப்புறம் நாங்கள் வந்து உடம்படி பத்திரம் வாங்கி இங்கேருந்து தமிழ்லையும் மலையாளத்துலேயும் வாங்கி தமிழில் வந்து தமிழ்நாட்டில் கொண்டு கொடுப்போம். மருத்துவமனைகள்லேயும் ஆலயங்கள்லேயும் கொடுப்போம். இங்கே வந்து மலையாளத்தில் உள்ளதை வாங்கி இங்கே கேரளாவில் கொடுப்போம். அப்புறம் புண்ணிய செயல்கள்னு சொல்லும்போது மருத்துவமனைகளில் அங்கே வந்து கேன்சர் நோயாளிகளை சந்தித்து தேவைப்படுறவங்களுக்கு சின்ன சின்ன உதவி எங்களால் முடிஞ்சதை செய்வோம். அவங்களுக்காக ஜெபிப்போம். அப்புறம் தேவையில் இருக்கவங்களுக்கு சின்ன உதவிகள் செய்வோம். வீடுகளை சந்தித்து தேவைப்படுறவங்களுக்கு ஜெபிப்போம். அப்புறம் கேரளாலேயும் அபயா பவன் சொல்கிற பவனத்துக்கு முடிஞ்ச உதவி, காலையில் டிஃபன் ஏதாவது எங்களால் முடிஞ்சதை இடையிடையே கொண்டு செய்வோம். அப்படி சின்ன சின்ன உதவிகள் செய்துட்ருக்கோம். 2 வருஷமாக அகண்ட ஜப மாலையில் நாங்கள் கலந்துட்டுருக்கோம். அந்த முதல் வருஷம் கழிஞ்ச வருஷம் வந்து உடம்படி எடுத்தது 2024 பிப்ரவரி மாதம். அந்த வருஷம் இது அகண்ட ஜப மாலைக்கு பிறகு எனக்கு அடிக்கடி முல்லைப்பூ வாசனை நல்ல ஒரு மனம் மாதா தருவாங்க. எனக்கு அப்போது எந்த பிரச்சனை வந்தாலும் உடனே கூட இருக்காங்க, நான் உடனே கூட உண்டு அப்படின்னுள்ள ஒரு தைரியம் இருக்குது. எங்களுக்கு தன்னம்பிக்கையை வளர்ந்து நல்ல ஒரு நம்பிக்கையில் எங்களை கொண்டு போயிட்டுருக்காங்க. அதற்காக நன்றி சொல்லிக்கிறோம். இந்த கிருபாசனத்திலே பணி செய்கின்ற ஃபாதர்ஸ், அப்புறம் சகோதரிகள், இங்கு பணி செய்கின்ற ஒவ்வொருவருக்கும் அவர்களுக்காக இறைவனுக்கு நன்றி சொல்லிக்கிறோம். மீண்டும் நாங்கள் எங்கள் குடும்பம் முழுவதும் இறைவனுக்கு உந்த சாட்சிகளாக அம்மா மாதாவோடும் இயேசுவோடு இணைந்து வாழ எங்களுக்கு அருள் செய்ய வேண்டும் என்று வேண்டி நன்றி கூறி സാക്ഷിയെ മുടിக்கிறோം. യേശുവേ പുകഴ്, യേശുവേ നന്ദി, മരിയേ വാ. ഈ ദിവസം ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് കടന്നു വന്നത് 2 വർഷം മുമ്പാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞ് മോൾക്ക് ആദ്യമായിട്ട് കുഞ്ഞുടുപ്പ് മേടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മാതാവിൻ്റെ പത്രത്തിലാണ്. അന്നാണ് ആദ്യമായിട്ട് മാതാവിനെ കാണുന്നതും ഇത് കൃപാസനത്തിലെ മാതാവാണെന്ന് പരിചയമുള്ളൊരു ചേച്ചി പറയുന്നതും. പക്ഷേ അന്നൊന്നും ഉടമ്പടിയെ പറ്റിയോ കൂടുതൽ മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിട്ടും എങ്ങനെയൊക്കെയോ ഈശോയുടെ അടുക്കലേക്ക് വന്നവളാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ, ഒത്തിരി ഒന്നും അറിയില്ല എങ്കിൽ പോലും ബൈബിൾ വായിക്കുകയും മുട്ടുകുത്തി നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തവളാണ് ഞാൻ. എന്നിട്ടും അന്നൊന്നും മാതാവിനെ ഒരുപാട് അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇത്രയും നാൾക്ക് ശേഷം 2025 ജൂൺ 14 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനെ പരിചയപ്പെട്ടത് അതിന് ശേഷമാണ് ഒത്തിരി മാതാവിനെ അറിയാൻ തുടങ്ങിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒത്തിരി കടബാധ്യതകളോടുകൂടിയാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനായിട്ട് 2 പ്രാവശ്യം വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കടബാധ്യതകളായി ജീവിതം ഇനി ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്നറിയാതെ ഒത്തിരി വിഷമിച്ചാണ് ഞാൻ ഇവിടെ വന്ന് കയറുന്നത്. പക്ഷേ ഇവിടെ വന്ന് എന്താ ഉടമ്പടി, എന്താ അതിന് ചെയ്യേണ്ടതൊന്നും അറിയില്ല. ഇവിടെ വന്നു, അന്വേഷിച്ചു, പറഞ്ഞു, ഉടമ്പടി എടുത്തു, അച്ഛൻ്റെ ക്ലാസ് കേട്ടു, മാതാവിനോട് 6 നിയോഗങ്ങൾ എഴുതി. എന്തൊക്കെയാണ് 6 നിയോഗങ്ങളെന്ന് പോലും അറിയില്ല. പക്ഷേ ആദ്യം ഞാൻ എഴുതിയത് എൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് ഒരു ജോലി എൻ്റെ മാതാവ് തരണമെന്നാണ്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ
ഉടമ്പടിയിൽ രണ്ടാമത് എഴുതിയത് എനിക്കൊരു സർക്കാർ ജോലി, ഒത്തിരി നാളായിട്ട് ഞാൻ PSC എഴുതുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മാസം ആയപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാൻ പറ്റി. അപ്പോഴും തന്നെ എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് കൂടെ ഉണ്ട്, എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. അന്ന് മുതൽ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാവാൻ തുടങ്ങി. എന്നും ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും അച്ഛൻ്റെ ആ ഒരു ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു അനുഭവമാണ്. അന്ന് ഒത്തിരി സങ്കടത്തോടു കൂടി എണീറ്റാലും ഒരു ആത്മവിശ്വാസം അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പരിചയമുള്ളൊരു വ്യക്തിയിലൂടെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു അവസരം പിന്നെയും വരികയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, ഇനി ഒരു അവസരം തന്നാൽ അത് ഞങ്ങൾക്ക് മാതാവ് തരുന്നതായിരിക്കണം. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു കുഴിയിലേക്ക് പോയി വീഴരുത്. അങ്ങനെ വീണ ഇനി എഴുന്നേറ്റ് വരാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അത്രയും പൈസ പോയപ്പോൾ അപ്പോഴും പോലും ഞങ്ങൾ പറഞ്ഞത്, മാതാവേ, ഇനി പോകുമ്പോൾ 1 രൂപ പോലും എൻ്റെ ഏട്ടന് ചിലവാകാതെ വേണം പുള്ളി പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ പുള്ളി വന്നു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളോട് ഒരു പരിചയമില്ലാതെ, ഞാനൊന്ന് ജോലിക്ക് പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. ആ ചേട്ടൻ വിളിച്ചു, ഏട്ടൻ വന്നു. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് പുള്ളി ഒരു ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ജോലി അതിനേക്കാൾ വലിയ ജോലിയാണ്, പുള്ളിക്ക് അറിയാത്ത ജോലിയാണ്. എന്നിട്ട് പോലും ആ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തത് മതി എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചേട്ടൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടി. അതിൽ മാതാവിൻ്റെ ഒരു കൈയുണ്ട്. കാര്യം അതിൽ സൈൻ ചെയ്ത് തന്നത് മേരി എന്ന് പേരുള്ള ഒരു ഓഫീസറായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് അതൊരു മാതാവ് തന്ന അടയാളമായിരുന്നു. ഉറപ്പായിട്ടും ഇത് ശരിയാവുമെന്ന് ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പുള്ളിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴും മാതാവ് വന്നു, ആരുടെയൊക്കെയോ രൂപത്തിൽ വന്ന് അതിനുള്ള പൈസയും ഞങ്ങളുടെ കയ്യിൽ തന്നു. ഏട്ടൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു, എല്ലാം കഴിഞ്ഞു. വെരിഫിക്കേഷന് പോലീസ് വീട്ടിൽ വരാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എമർജൻസി ആയിട്ട് നമ്മൾ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2-3 ദിവസത്തിനകത്തേ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. പക്ഷേ ഒറ്റ ദിവസത്തിൽ പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പാസ്പോർട്ട് കിട്ടി. വീട്ടിൽ വെരിഫിക്കേഷൻ ആരും വരാതെ തന്നെ എല്ലാം റെഡിയായി. ഇന്നിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത് തന്നെ പുള്ളി ചൊവ്വാഴ്ച പോവുകയാണ്. എല്ലാം റെഡിയായി. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നായിട്ടില്ല. കമ്പനിയിൽ നിന്ന് തന്നെ അവർ വിസയും ടിക്കറ്റും എല്ലാം അയച്ചു തന്ന് ചൊവ്വാഴ്ച ഇടന്ന് പുള്ളി പോവുകയാണ്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത്. അതിനു വേണ്ടിയാണ് മാതാവിനോട് സാക്ഷ്യം പറയാൻ വേണ്ടി ഇന്ന് വന്നത്. ബാക്കി ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് സംസാരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ മനസ്സിൽ മൊത്തം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പലരുടെയും പരിഹാസവും കുറ്റപ്പെടുത്തലും എല്ലാം സഹിച്ച് ഇവിടം വരെ എത്തിയത് തന്നെ മാതാവിൻ്റെ ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം എനിക്കൊരു മെറിറ്റും ഇല്ല, എല്ലാം ഈശോയുടെ മാതാവിൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ്. ഒരു യോഗ്യത ഇല്ലാതെയാണ് എനിക്കിപ്പോൾ പോകാൻ സാധിച്ചത്. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ഒരു ദിവസം ഉറങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് 2-3 മണിക്കൊക്കെയാണ്. കാരണം അത് ഉറങ്ങാൻ പറ്റത്തില്ല. കണ്ണടച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണ് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഈ വൈഫ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വൈഫിനെക്കാട്ടി മുന്നെയാണ് ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ച് വൈഫ് എണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാനാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. ആദ്യം ഉടമ്പടി എടുത്ത് വൈഫാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ പോയി ഉടമ്പടി എടുക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസ വന്ന് ഞാൻ നേരെ ഇങ്ങ് പോന്നു. ഞാൻ ഉടമ്പടി എടുത്ത് നേരെ മുകളിൽ ക്ലാസ് കേൾക്കാനായിട്ട് മുകളിലിരുന്ന സമയത്താണ് ഒരു 10 മിനിറ്റ് പോലും ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഈ കൊടുത്ത സമയത്തുള്ള സ്പോൺസർ എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് വയസ്സ് ഇപ്പോൾ പോകുന്ന ജോലിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. കാരണം ആ ജോലിയെക്കുറിച്ച് ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 99% ക്വസ്റ്റ്യൻ ചോദിച്ച് ഫെയിൽ ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് സ്പോൺസർ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പേര്, അതായത് വയസ്സ്, കല്യാണം കഴിച്ചോ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് പറഞ്ഞ് എത്രയാണ് സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ എമൗണ്ട് തന്നെ എനിക്ക് മാതാവ് എനിക്ക് തന്നെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കത് വാക്കുകളിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ജോസഫ് അച്ഛൻ്റെയും ഒരുപാട് സാന്നിധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ തിരിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വൈഫിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വെഴുകുതിരിയിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതും സ്വപ്നത്തിലൂടെ അമ്മേനെ കാണാൻ പറ്റിയതും ജോസഫ് അച്ഛനെ തന്നെ 2-3 പ്രാവശ്യം എനിക്ക് സ്വപ്നത്തിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ
കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈഫ് അടുക്കളയായിരുന്നു. ഞാൻ വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഭയങ്കര മണം അടിക്കുന്നു, നീനൊക്കെ അടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ എന്തോ അത്രയാണ് സുഗന്ധമാണ്, എനിക്കൊന്നും അറിയത്തില്ല, എന്താ ഭയങ്കരമായിട്ടില്ല നമ്മുടെ മൂക്കിനകത്ത് അടിച്ച് കയറുന്ന രീതിയിലുള്ളൊരു മണം എനിക്ക് കിട്ടി. കാരണം ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടുകൊണ്ടിരുന്ന് ധ്യാനം കണ്ട്, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഡ്രൈവറാണ്. അപ്പം ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് സ്കൂളിൽ പോകണം എനിക്ക്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1:30 മണി വരെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടിട്ട് ഞാൻ കുളിച്ചിട്ട് പോകാനായിട്ട് ഇരുന്ന സമയത്ത് ആ ധ്യാനം കണ്ട് ഫോൺ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് അവിടെ നിന്ന് സ്പോൺസർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ ഇനി ഇത്രയും എനിക്കെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ഈ ഗൾഫിൽ പോകുന്നതിനും വേണ്ടി മാത്രം എടുത്തത് തന്നെ. ആ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാകാതെ എനിക്ക് മാതാവ് എന്നെ ഉയർത്തുകയാണെങ്കിൽ ഉയർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നെ എൻ്റെ നിയോഗം നടക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം തരണം. എൻ്റെ മരണം വരെ, എനിക്കിപ്പോൾ 32 വയസ്സ് കഴിഞ്ഞ്, എൻ്റെ മരണം വരെയും എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ 6 നിയോഗങ്ങൾ ഞാൻ പറയാറേ ഇല്ല ഞാൻ. കാരണം അത്രയ്ക്ക് എനിക്ക് അമ്മയുടെ ഈശോയുടെയും ഒരുപാട് എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കുവാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എനിക്കിപ്പോൾ തന്നെ എനിക്കൊന്നും കൊണ്ട് വരുന്നില്ല വായുന്നു. ആ ഒരു സന്തോഷവും ആ എക്സൈറ്റ്മെൻറ്റിലും മാതാവിനോടും ഈശോയോടും എനിക്ക് തീർത്താതിരാത്ത എൻ്റെ ഈ ജീവിതം കൊണ്ട് തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും മാത്രമായിരിക്കും എൻ്റെ ഈ ജീവൻ മൊത്തം. എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച സമയത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ തലകറങ്ങിയൊക്കെ വീഴുമായിരുന്നു. അത്രത്തോളം അസഹനീയമായിട്ടുള്ള വയറുവേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും തേനും അതുപോലെ തന്നെ നമ്മുടെ തൈലമൊക്കെ ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇതുവരെ അത്രയ്ക്കുള്ളൊരു വേദന ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊരു എൻ്റെ രോഗസൗഖ്യമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം. അത് എത്ര പൊതിയോ ആയിക്കൊള്ളട്ടെ, 5 പൊതിയെങ്കിൽ 5 പൊതി, അല്ലെങ്കിൽ 10 പൊതിയെങ്കിൽ 10 പൊതി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടേണ്ടവർക്ക്, അതും മാതാവിനോട് പറഞ്ഞ്, മാതാവ് ഇത് കിട്ടേണ്ടവരുടെ കയ്യിൽ തന്നെ കിട്ടണം, അമ്മ ആരെയാണോ കാണിച്ചു തരുന്നത് അവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രേക്ഷിതകളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാര്യം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പക്ഷേ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മാതാവ് തരാൻ തുടങ്ങിയത്. അത് തന്നെയാണ് ഇനി ഞങ്ങൾ മുന്നോട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതായാലും പ്രാർത്ഥിക്കുന്നതായാലും എല്ലാ ആത്മീയതയിലായാലും ഞങ്ങളൊരു ക്രിസ്ത്യൻസ് അല്ലാതിരുന്നിട്ട് പോലും ഒത്തിരി മാതാവിലേക്ക് ഈശോയിലേക്കും അടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈശോയോട് നമ്മൾ നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും. മാതാവ് തന്നതാണിത്, ഞങ്ങൾക്ക് തന്ന ഈ ഏട്ടന് തന്ന ഈ ജോലി എന്ന് പറയുന്നത് മാതാവ് വാങ്ങിച്ചു തന്നതാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് തന്നെ ഞങ്ങളെ പിടിച്ച് നടത്തിക്കും. ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒത്തിരി മാതാവിന് നന്ദി പറയുകയാണ്. ഇനിയും ഈ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തുടരാനും അനുവദിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുകയാണ്. നന്ദി. പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഞാൻ 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുഴൽക്കിണർ അടിക്കാം, മാതാവും യേശുവും എൻ്റെ കൂടെയാണല്ലോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു. അതിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം യേശുവും മാതാവും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പറമ്പിൽ 1 ഏക്കറുള്ള സ്ഥലമാണ്, അതിൽ കൃഷി ചെയ്യാനായിട്ട്
എൻ്റെ കൂടെ ആ സ്ഥലത്തേക്ക് യേശു അമ്മയും വരണം എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഓർത്തു ഞാൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവരെ ഇത്തിരി ബഹളം വെച്ചു. മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും. നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. 2 പ്രാവശ്യം അടിച്ചു മല. അതുപോലെ തന്നെ മോശ പ്രവർത്തിച്ചു. 2 തവണ ആ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം പാറ പൊട്ടി വെള്ളം കുതിച്ചൊഴുകി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, യേശു അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, ഇതേ ഒന്ന് പറമ്പിലെത്തിയാൽ എൻ്റെ കുഴൽക്കിണറിൻ്റെ പാറയിൽ യേശു മാതാവും കൂടി അടിച്ചാൽ എനിക്കും വെള്ളം കിട്ടില്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നത്തെ ദിവസം പറമ്പിലേക്ക് പോയി. അവിടെ കിണർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. അന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ധ്യാനം കേൾക്കാം മൊബൈലിൽ. കയ്യിൽ ഉപ്പും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുളൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഉപ്പെടുത്ത് ഓടി ചെന്നു. ഉപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേയും ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു, ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്. അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കണ പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ, ഒരു പൈപ്പെന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ശാന്തമായി വെള്ളം ഇഷ്ടപ്രകാരം ഒഴുകി. അങ്ങനെ ഒരിക്കലും ആ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലം. അവിടെ 400 അടി അടിച്ചിട്ടും കുടിക്കാൻ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഞങ്ങൾക്ക് 220 അടിയിൽ ദാഹം തീർത്ത്, അതായത് 8 മണിക്കൂർ കിണറിൽ മോട്ടർ അടിച്ചാലും വറ്റാത്ത രീതിയിലുള്ള വെള്ളം നന്നായി കൃഷിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു അനുഗ്രഹം, ഞാൻ രണ്ടാമത്തെ ഉടമ്പടി 3 മാസം കഴിഞ്ഞ് വന്ന് പുതുക്കി പോയതിന് ശേഷം ആദ്യത്തേൽ ഞാൻ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു ഈ കിണറിൻ്റെ കാര്യം. ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. ഉടമ്പടിയിൽ വെച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ എനിക്ക് നടന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ഞാൻ ബ്രോങ്കറ്റിക്കൽ ആസ്തമയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് മരണം വരെ മാറില്ല എന്ന് എന്നോട് ഒത്തിരി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കാരണം ഒരു സ്ഥലത്ത് പോയാലും ഇതിന് പ്രാർത്ഥിക്കാറില്ല. ഇവിടെ വന്ന് പോയപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ പറഞ്ഞു, ജോസഫച്ചൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ എഴുതാന്. ആ നിർദ്ദേശം അനുസരിച്ച് 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ ഈ ആസ്തമ മാറ്റി തരണേന്ന് നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. 2 നേരവും ഇൻഹേലിയർ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ മരുന്ന്. മരണം വരെ അത് ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. അതിന് പകരം ഞാൻ അമ്മയുടെ ഉപ്പും തേനും കൂടി ചേർത്ത് എൻ്റെ നാവിൽ ചേർത്ത് കഴിച്ചോളാം. പക്ഷെ അമ്മ എൻ്റെ ശ്വാസകോശത്തിന് യാതൊരു ചുരുക്കവും കൂടാതെ ഒരു കോട്ടം തട്ടാത്ത രൂപത്തിൽ അമ്മ സംരക്ഷിക്കണം. ഞാനങ്ങനെ മരുന്ന് ഇൻഹേലിയർ മാറ്റി വെച്ചു. 15 ദിവസം കഴിഞ്ഞു. ഒരു സംശയം പോലുമില്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഇൻഹേലിയർ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ. എനിക്ക് ഒരു അസുഖമോ ഒരു ചുമയോ ഒരു കഫക്കെട്ടോ അങ്ങനെ ആസ്തമയുടെ ഒരു ലക്ഷണം കാണുന്നില്ല. ഞാനത് 1 മാസം തുടർന്നു. ഇപ്പോൾ 11 മാസത്തോളമായി എനിക്ക് ഒരു ആസ്തമയുടെ ഒരു ലക്ഷണവുമില്ല. ഞാൻ ഇഷ്ടപ്രകാരം വെയിലും മഞ്ഞും ഒക്കെ കൊള്ളുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറുതായ കാരണം ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ ആദ്യത്തെ 3 മാസം മെഡിക്കൽ കോളേജിൽ പോവുകയും സാമ്പത്തികമായി സഹായിക്കുകയും അനാഥശാലകളിൽ പോവുകയും ഒക്കെ ചെയ്തു.
പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്കൊരു അസുഖം വന്നതിനാൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെയായി. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് ഇവിടുന്ന് കൊണ്ടുപോകണ കൃപാസന പത്രം ഞാൻ എല്ലാ വീടുകളിലും നടന്നു കൊടുക്കും. ഞാൻ വന്നില്ലെങ്കിലും വണ്ടിക്കാരോട് പറഞ്ഞ് ഞാനും പത്രക്കെട്ട് വാങ്ങിച്ച് അതും ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് കുറച്ചൊക്കെ അറിയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരോടും അറിയുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ, ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇപ്പം എനിക്ക് ഏറ്റവും അധികം യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരു ആളായ കാരണം ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ അവരുടെ മരുന്നിനുള്ള കാശും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ പറഞ്ഞ കാശുകൾ കുറേശ്ശെ ഞാൻ ഒത്തിരി പേർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കിതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് തന്ന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി.